നമസ്കാരം. നമ്മൾ ഇന്ന് നിങ്ങൾ പങ്കുവെച്ച ഒരു അറബി പഠന സഹായിലെ 3 പേജുകൾ, അതായത് പേജ് 34, 35, 36 ഇവയാണ് ഒന്ന് അടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. ശരി. ഒറ്റ നോട്ടത്തിൽ കണ്ടാല് ഒരുപക്ഷെ കുട്ടികൾക്ക്, 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഒരു പാഠപുസ്തകത്തിന്റെ ഭാഗമാണെന്ന് തോന്നും. അതെ, അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോ ഇതിലെങ്ങനെയാണ് ഈ അടിസ്ഥാന അറബി വാക്കുകളും അക്ഷരങ്ങളുമൊക്കെ ചിത്രങ്ങളിലൂടെയും ചെറിയ വ്യായാമങ്ങളിലൂടെയുമൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. ഇത് തുടക്കക്കാർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭാഷയുടെ ഒരു ബേസിക്സ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന രീതികളാണ്. അതിതിൽ വ്യക്തമായി കാണാം. ഓരോ പേജും ശ്രദ്ധിച്ചുണ്ടാക്കിയതുപോലെ തോന്നുന്നു. ശരി, അപ്പോൾ പേജ് 34 വെച്ച് തുടങ്ങാം. ഇവിടെ 2 ചിത്രങ്ങളാണുള്ളത്. ആദ്യത്തെ ചിത്രത്തിൽ ഒരു നായ ഒരു പൂച്ചയ്ക്ക് പാൽ, അറബിയിൽ ഹലീബ് എന്ന് പറയും, അത് കൊടുക്കുന്നു. എന്നിട്ട് തഫദ്ദൽ ഹലീബ്, അതായത് വരൂ പാൽ എന്ന് പറയുന്നുമുണ്ട്. ഓ ശരി. രണ്ടാമത്തെ ചിത്രത്തിലോ ഒരു കുട്ടിയുടെ അരികിലിരുന്ന് ആ പൂച്ച പാൽ കുടിക്കുന്നു. അപ്പോ ഹലീബ് ലദീദ്, അതായത് പാൽ രുചികരമാണ് എന്നൊരു സൂചനയും അവിടെയുണ്ട്. അവിടെ ഒരു കുട്ടിയുമുണ്ട്. അതെ. എന്നിട്ട് താഴെയായി ഹലീബ് പാല്, പിന്നെ കൽബ്, അതായത് നായ. ഈ 2 വാക്കുകളും ചിത്രങ്ങൾ സഹിതം കൊടുത്തിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ വാക്കും ചിത്രവും കൊടുക്കുകയല്ല. ഒരു ചെറിയ കഥ പോലെയാണ് ഹലീബ് എന്ന വാക്ക് വരുന്നത്. ശരിയാണ്. നായ പാൽ കൊടുക്കുന്നു, പൂച്ച അത് സന്തോഷത്തോടെ കുടിക്കുന്നു. ലദീദ് രുചികരമാണ് എന്ന് പറയുന്നു. അപ്പോ ആ വാക്ക് ഓർമ്മിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഒരു സന്ദർഭം കിട്ടുന്നുണ്ടല്ലോ. അതെ അതെ, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. കൽബ് എന്ന വാക്കും ചിത്രം കൊണ്ട് വ്യക്തമാക്കുന്നു. അതെ, വാക്കുകളെ ഒരു ജീവനുള്ള സിറ്റുവേഷനുമായി കണക്ട് ചെയ്യുന്നു. ശരി. ഇനി അടുത്ത പേജിലേക്ക്, അതായത് പേജ് 35ലേക്ക് വന്നാൽ ഇവിടെ കാഫ് എന്ന അക്ഷരത്തിലാണ് ഫോക്കസ്. എന്തൊക്കെയാണത്? ഒന്നാമത്തത് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. കിതാബ് പുസ്തകം, ഷക്കൽ രൂപം, ദീക് പൂവൻകോഴി എന്നൊക്കെ. ഇതിൽ നിന്ന് ക എന്ന അക്ഷരം എവിടെയാണോ വരുന്നത് അത് കണ്ടെത്തി ചുറ്റുമൊരു വട്ടം വരയ്ക്കണം. ഓക്കെ, അത് തിരിച്ചറിയാൻ വേണ്ടി. അതെ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം കുറച്ചുകൂടി ഒരു ഗെയിം പോലെയാണ്. താഴെ കുറേ വാക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിതാബ്, അർനബ് മുയൽ, കൽബ് നായ, ബാബ് വാതിൽ, മലിക് രാജാവ്, തമ്ർ ഈന്തപ്പഴം, ശുക്രൻ നന്ദി എന്നിങ്ങനെ. കുറേ വാക്കുകളുണ്ട്. ഇതിൽ ക എന്ന അക്ഷരമുള്ള വാക്കുകൾ മാത്രം. അത് കണ്ടെത്തി അടുത്തുള്ള ഒരു കുട്ടയുടെ ചിത്രം, അസല്ല എന്നു പേരുള്ള ഒരു കുട്ട, അതിലേക്ക് വരച്ചു ചേർക്കണം. ഓഹോ, അപ്പോ അർണബ്, ബാബ്, തമ്ര ഒക്കെ ഒഴിവാക്കണം. കിതാബ്, കൽബ്, മലിക്, ശുക്രൻ ഇതൊക്കെ ആ കുട്ടിയിലേക്ക് വരയ്ക്കണം. അതെ, കൃത്യമായി. അപ്പൊ ഇത് വെറുതെ തിരിച്ചറിയൽ മാത്രമല്ല, ശരിയായവ തിരഞ്ഞെടുക്കാനുള്ളൊരു സ്കിൽ കൂടിയാണ്. ഫിൽറ്ററിംഗ് എന്ന് പറയാം. ശരിയാണ്, ഒരു കളി പോലെയും തോന്നും കുട്ടികൾക്ക്. അതെ, ഇത് കുട്ടിയുടെ ശ്രദ്ധയും വേർതിരിച്ചറിയാനുള്ള കഴിവും ഒരേ സമയം ഉപയോഗപ്പെടുത്തുന്നു. വെറുതെ വട്ടം വരയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് ഉണ്ട്. അക്ഷരം മനസ്സിൽ നന്നായി ഉറയ്ക്കാൻ ഇത് സഹായിക്കും. നല്ലൊരു ഐഡിയ. ഇനി 36-ാം പേജ് നോക്കിയാലോ? ഇവിടെ ഹ ഹ എന്ന അക്ഷരമാണ് പ്രധാന വിഷയം. മുമ്പത്തെ പോലെ തന്നെ എഴുതി പഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട്. അതിന്റെ കൂടെ ലൗഹ്, ബോർഡ്, ഹബ്ൽ, കയറ്, ബഹ്ർ, കടൽ, മിൽഹ്, ഉപ്പ് എന്നീ വാക്കുകളും കൊടുത്തിട്ടുണ്ട്. ഇത്തവണ പക്ഷേ വാക്കുകൾക്ക് ചിത്രങ്ങളില്ല. അതെ, പക്ഷേ ഇവിടെ താഴെയുള്ള ഒരു കളറിംഗ് ആക്ടിവിറ്റിയാണ് എടുത്തു പറയേണ്ടത്. അത് കണ്ടു. എന്താണതിൽ? പല അക്ഷരങ്ങൾ ഇങ്ങനെ പരമേശന് കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് ഹ എന്ന അക്ഷരം മാത്രം കണ്ടെത്തി അതിന് നിറം കൊടുക്കണം. ഓക്കെ. ഇത് വെറുതെ ഒരു രസമല്ല, ഇതിനൊരു പ്രധാന ഉദ്ദേശമുണ്ട്. ഈ ഹ, ജീം, ഹ ഇവയൊക്കെ കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും. പുള്ളികളുടെ വ്യത്യാസമേ ഉള്ളൂ. ശരിയാണ്, കൺഫ്യൂഷൻ വരാം. അതെ. അപ്പൊ ഈ പ്രവർത്തനം, അതിനെ വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. അതായത് കാഴ്ചയിലൂടെ അക്ഷരങ്ങളെ വേർതിരിച്ചറിയാനുള്ള ഒരു പരിശീലനം. ഇത് ഭാവിയില് അക്ഷരത്തെറ്റുകൾ കുറയ്ക്കാൻ വളരെ അത്യാവശ്യമായൊരു കഴിവാണ്. അപ്പൊ കളറിംഗിലൂടെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. അതെ. കാഴ്ച, എഴുത്ത്, കണ്ടെത്തൽ, നിറം നൽകൽ, ഇങ്ങനെ പല കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു. അപ്പൊ നമ്മൾ ഈ 3 പേജുകളിലൂടെ കടന്നുപോയപ്പോൾ ഒരു കാര്യം വ്യക്തമായി.
അല്ലേ? അതായത് ലളിതമായ കഥകൾ ഉപയോഗിക്കുന്നു, സന്ദർഭത്തിനനുസരിച്ച് വാക്കുകൾ പഠിപ്പിക്കുന്നു, പിന്നെ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്നു. അതോടൊപ്പം ഈ അക്ഷരം കണ്ടെത്താനും വേർതിരിക്കാനും നിറം നൽകാനുമൊക്കെയുള്ള കളികൾ പോലുള്ള കാര്യങ്ങളും ചേർക്കുന്നു. അതെ. അപ്പോ ഇത് കാഴ്ച, കേൾവി, ടീച്ചർ വായിച്ചു കൊടുക്കുമ്പോൾ, പിന്നെ ഈ എഴുതുന്നതും വരയ്ക്കുന്നതും വഴിയുള്ള ചലനം, ഇങ്ങനെ പല ഇന്ദ്രിയങ്ങളെ ഒരുമിച്ചുൾപ്പെടുത്തുന്ന ഒരു രീതിയാണെന്ന് പറയാം. തീർച്ചയായും. വളരെ ചിട്ടയോടെ, എന്നാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഓരോ പ്രവർത്തനത്തിനും അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്. വെറുതെ കുറെ കാണാപാഠം പഠിപ്പിക്കുക എന്നതിലുപരി ഭാഷയുടെ അടിസ്ഥാനം രസകരമായി ഉറപ്പിക്കാനാണ് ഇവിടെ ശ്രമം നടക്കുന്നത്. ഈ പേജുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്കും ഒരു ചിന്ത വന്നിട്ടുണ്ടാവാം, ഭാഷ പഠിച്ചു തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് തുടക്കത്തിൽ, ഇതുപോലുള്ള ചിത്രങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളും, അതായത് പല സെൻസുകളെ ഒരുമിച്ചുപയോഗിക്കുന്ന രീതികൾ, ഇതിനൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട്. ശരിയാണ്. ഒരു പുതിയ ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്ന മുതിർന്ന ഒരാൾക്കും ഈ ഒരു കളിയുടെ അംശം അല്ലെങ്കിൽ ഇതുപോലുള്ള പലതരം സമീപനങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവന്നാൽ അത് പഠനം കുറച്ചുകൂടി എളുപ്പവും കൂടുതൽ ഫലപ്രദവുമാക്കുമോ? എന്തായിരിക്കും? ഇത് നമുക്കൊന്ന് ആലോചിച്ചു നോക്കാവുന്ന ഒരു കാര്യം.